ഹലോ സ്റ്റുഡൻസ്, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് രാസപ്രവർത്തന വേഗമാണ്. എന്താണ് രാസപ്രവർത്തന വേഗം? ഒരു രാസപ്രവർത്തനം നടക്കാനെടുക്കുന്ന സമയം, അതിനെയാണ് നമ്മൾ രാസപ്രവർത്തന വേഗം എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. എന്നിട്ട് നമ്മൾ പറഞ്ഞു വ്യത്യസ്ത തരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ. എന്നാൽ ഈ വ്യത്യസ്ത തരത്തിലുള്ള രാസപ്രവർത്തനങ്ങളെല്ലാം ഒരേ വേഗത്തിലല്ല നടക്കുന്നത്. രാസപ്രവർത്തനങ്ങൾ വ്യത്യസ്ത വേഗതയിലാണ് നടക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? കൊളീഷൻ തിയറി പറഞ്ഞിട്ടുണ്ട്. കൊളീഷൻ തിയറി പറയുന്നത് എന്താണ്? അഭികാര കണികകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അല്ലെങ്കിൽ കൂട്ടിമുട്ടുമ്പോഴാണ് എന്ത് നടക്കുന്നത്? രാസപ്രവർത്തനം നടക്കുന്നത്. എന്നാൽ എല്ലാ കൂട്ടിമുട്ടലുകളും എന്തല്ല? രാസപ്രവർത്തനത്തിലേക്ക് എത്തിക്കുന്നില്ല. ഫലവത്തായ കൂട്ടിമുട്ടലുകൾ മാത്രമാണ് രാസപ്രവർത്തനത്തിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു യൂണിറ്റ് വ്യാപ്തത്തിലുള്ള കണികകളുടെ എണ്ണവും ഊർജവും കൂടുന്ന സമയത്ത് എന്താണ്? ഫലവത്തായ കൂട്ടിമുട്ടലുകൾ കൂടുകയും രാസപ്രവർത്തന വേഗം വർദ്ധിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ള ഈ രാസപ്രവർത്തന വേഗത്തെ ആശ്രയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാന്ന് നമുക്ക് ഫസ്റ്റ് ഘടകം നോക്കിയാലോ. അഭികാരങ്ങളുടെ സ്വഭാവം. അഭികാരങ്ങളുടെ സ്വഭാവം ഫസ്റ്റ് വണ്ണാണ്. അഭികാരങ്ങളുടെ സ്വഭാവമാണ്. അഭികാരങ്ങളുടെ സ്വഭാവം നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ആദ്യം ഒരു പ്രവർത്തനമാണ് തന്നിട്ടുള്ളത്. അതെന്താണെന്നുള്ളതൊന്ന് നോക്കാം. 3 ടെസ്റ്റ് ട്യൂബുകളിലായി തുല്യവ്യാപ്തം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. ഒരേ വലുപ്പമുള്ള കോപ്പർ, സിങ്ക്, മെഗ്നീഷ്യം. ഒരേ വലുപ്പമുള്ള കോപ്പർ, സിങ്ക്, മെഗ്നീഷ്യം. കോപ്പർ, സിങ്ക്, മെഗ്നീഷ്യം എടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കോപ്പർ എടുക്കണം, സിങ്ക് എടുക്കണം, മെഗ്നീഷ്യം എടുക്കണം. എന്നിവയുടെ ഓരോ കഷ്ണങ്ങൾ 3 ടെസ്റ്റ് ട്യൂബിലായിട്ട് ഇടുക. 3 ടെസ്റ്റ് ട്യൂബിലായിട്ട് ഇടാനാണ് പറയുന്നത്. എങ്ങനെയാന്ന് വെച്ചാല് ഒരേ പോലത്തെ 3 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. 3ൽ എന്താണ്? ഒരേ അളവിൽ എന്തെടുക്കാനാ പറഞ്ഞത്? തുല്യവ്യാപ്തം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്. തുല്യവ്യാപ്തം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് 3ൽ എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് 3ൽ നമ്മളോട് പറയുന്നത് തുല്യ അളവിൽ എന്തിടാനാ? തുല്യ അളവിൽ എന്താണ് ഇടുന്നത്? തുല്യ അളവില് കോപ്പർ, സിങ്ക്, മെഗ്നീഷ്യം ഇടും. എന്നിട്ട് എന്താണ് നമ്മൾ നിരീക്ഷിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നിരീക്ഷിക്കുന്നത്? ഇങ്ങനെ ഇടുന്ന സമയത്ത് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും, അതായത് ഹൈഡ്രജൻ പുറത്തേക്ക് പോകും. പക്ഷെ എല്ലാത്തിലും ഒരുപോലെയല്ല. മെഗ്നീഷ്യത്തിന്റെ ഇതില് ടെസ്റ്റ് ട്യൂബ് 1 മെഗ്നീഷ്യം ആണെന്ന് വെച്ച്, ഇതാണ് ടെസ്റ്റ് ട്യൂബ് 1, ഇത് ടെസ്റ്റ് ട്യൂബ് 2, ടെസ്റ്റ് ട്യൂബ് 3. ഓക്കെ, ടെസ്റ്റ് ട്യൂബ് 1ല് ഉണ്ടാകുന്ന ബബിൾസ് വരികയാണ് ചെയ്യുക. ബബിൾസ് വരും. നമുക്കിങ്ങനെ കാണാം. നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടെസ്റ്റ് ട്യൂബിൽ എടുത്തു കഴിഞ്ഞാൽ അത് ഇടുമ്പം ആ ഒരു മെറ്റലിന്റെ ചുറ്റും, മെഗ്നീഷ്യത്തിന്റെ പീസ്, സിങ്കിന്റെ, കോപ്പറിന്റെ പീസ് ഇട്ട് കഴിഞ്ഞാൽ ആ മെറ്റലിന്റെ ചുറ്റും ബബിൾസ് വരും. ആ ബബിൾസ് മുകളിലേക്ക് വരികയും ചെയ്യും. ക്ലിയർ ആയോ? അങ്ങനെയാണ്, അതാണ് നിരീക്ഷണം. എന്നാൽ ടെസ്റ്റ് ട്യൂബ് 1 മെഗ്നീഷ്യത്തിന്റെ ആണ്. എന്താണ് ബബിൾസ്? ബബിൾസ്, കുമിളകൾ എന്താണ്? കൂടുതലായിരിക്കും. കുമിളകൾ കൂടുതലായിരിക്കും. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ സിങ്ക് അല്ലേ? മെഗ്നീഷ്യത്തെക്കാളും കുറവായിരിക്കും. പിന്നെന്താണ്? കോപ്പറിനേക്കാളും കൂടുതലായിരിക്കും. എന്നാൽ കോപ്പറിന്റെ കേസിൽ എന്താണ്? അതിന്റെ കുമിളകളുടെ എണ്ണം എന്താണെന്നറിയോ? കുറവായിരിക്കും. ഈ 2 ടെസ്റ്റ് ട്യൂബിനെ അപേക്ഷിച്ചിട്ട് കുറവായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരേ അളവില് എന്തെടുത്തിട്ടുണ്ട്? നമ്മൾ എന്താ തുല്യ വ്യാപ്തമുള്ള നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് എടുത്തിട്ടുള്ളത്. ദെൻ ഒരേ എമൗണ്ടിലുള്ള മെറ്റൽസ് ആണ് എടുത്തിട്ടുള്ളത്. അവിടെ ഡിഫറൻസ് എന്ത് മാത്ര? മെഗ്നീഷ്യം ആണ്, ഒന്ന് സിങ്ക് ആണ്, ഒന്ന് കോപ്പർ ആണ്. ആ എടുത്ത സാധനം മാറുന്നുണ്ട് എന്നല്ലേ ഉള്ളൂ. അളവുകളൊക്കെ സെയിം ആണ്. മെറ്റൽസ് മാത്രമാണ് മാറുന്നത്. അപ്പൊ ഇവിടെ ഈ കുമിളകൾ മാറാനുള്ള, അതിൽ വ്യത്യാസം വരാനുള്ള കാരണം എന്തായിരിക്കും? ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ വ്യാപ്തവും ലോഹങ്ങളുടെ വലിപ്പവും തുല്യമായതിനാൽ കോപ്പർ, സിങ്ക്, മെഗ്നീഷ്യം എന്നീ ലോഹങ്ങളുടെ
സ്വഭാവത്തിലുള്ള സവിശേഷത കാരണമാണ് രാസപ്രവർത്തന വേഗം വ്യത്യാസപ്പെട്ടത് എന്ന് മനസ്സിലാക്കാം. രാസപ്രവർത്തന വേഗം വ്യത്യാസപ്പെട്ടത് എന്ന് മനസ്സിലാക്കാം. എന്താണ് ഇവിടെ? കുറവ്. ഇവിടെ 3 എന്താണ്? കുമിളകൾ വളരെ കുറവ്. ഇങ്ങനെ കുറയാനുള്ള കാരണം എന്താ? ഈ കുമിളകൾ എന്ന് പറയുന്നത് എന്താ? ശരിക്ക് രാസപ്രവർത്തനം നടക്കുന്നതനുസരിച്ചല്ലേ ഹൈഡ്രജൻ ഗ്യാസ് പുറത്തേക്ക് പോവുള്ളൂ. അപ്പൊ കൂടുതൽ നടക്കുന്നതിലല്ലേ കൂടുതൽ പോവുള്ളൂ. അപ്പൊ മെഗ്നീഷ്യത്തിലാണ് കൂടുതൽ നടന്നത്, അത് കഴിഞ്ഞാൽ സിങ്കിലാണ്, അത് കഴിഞ്ഞാൽ കോപ്പറിലാണ്. മനസ്സിലായോ? അപ്പൊ നമ്മള് ഈ അഭികാരത്തിന്റെ സ്വഭാവത്തിനെ ബേസ് ചെയ്തിട്ട്, അഭികാരങ്ങളുടെ സ്വഭാവം അനുസരിച്ചാണ് എന്ത് രാസപ്രവർത്തനത്തിന്റെ വേഗത എവിടെ മാറിയിട്ടുള്ളത്. അപ്പൊ മെഗ്നീഷ്യാണ് നമ്മളെ സോഡിയം അല്ലേ, മെഗ്നീഷ്യാണ് സിങ്കിനേക്കാളും കോപ്പറിനേക്കാളും എന്ത് മോർ റിയാക്റ്റീവ്, അതായത് ക്രിയാശീലത കൂടുതല് എന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ള സമയത്ത് എന്താണ് അത്? അതിന്റെ സ്വഭാവമല്ലേ അത്. ക്രിയാശീലത കൂടുതൽ എന്ന് പറഞ്ഞാൽ അത് അതിന്റെ സ്വഭാവമാണ്. അപ്പൊ ആ അഭികാരത്തിന്റെ സ്വഭാവത്തിനെ ബേസ് ചെയ്ത്, അഭികാരങ്ങളുടെ സ്വഭാവത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് രാസപ്രവർത്തനത്തിന്റെ വേഗത മാറിയിട്ടുള്ളത്. മനസ്സിലായോ? ലോഹങ്ങളുടെ സ്വഭാവം, അതായത് അഭികാരത്തിന്റെ സ്വഭാവം, ഇവിടെ ലോഹമാണ് എടുത്തിട്ടുള്ളത്, കാരണമാണ് രാസപ്രവർത്തന വേഗം വ്യത്യാസപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് എന്താണ്? രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകത്തിൽ ആദ്യത്തേത് ഏതാണ്? അഭികാരങ്ങളുടെ സ്വഭാവം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. സോഡിയം സാധാരണ താപനിലയിൽ ജലവുമായി തീവ്രമായി പ്രവർത്തിക്കുമ്പോൾ മെഗ്നീഷ്യം വളരെ സാവധാനത്തിലാണ് ജലവുമായി പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ട്? സോഡിയം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കാറ്. അത് അന്തരീക്ഷത്തിലോ അല്ലെ ജലത്തിലൊക്കെ വളരെ റിയാക്റ്റീവ് ആണ്, വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മെറ്റലാണ് സോഡിയം. മണ്ണെണ്ണയിലാണ് അത് സൂക്ഷിക്കുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് മെഗ്നീഷ്യം ഒന്ന് ആലോചിച്ച് നോക്ക്, വെള്ളത്തിലൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രവർത്തനം ഒന്നും കാണിക്കുന്നതായിട്ട് നമുക്ക് കാണൂല. വളരെ സ്ലോ ആയിട്ടാണ് അതെന്ത് കാണിക്കുന്നത്? പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? സോഡിയത്തിന്റെ ക്രിയാശീലത കൂടുതലാണ്. സോഡിയം ഹൈലി റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് സോഡിയത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താ? ഹൈലി റിയാക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് അവിടെ സോഡിയം രാസപ്രവർത്തന വേഗത കൂടുതൽ കാണിക്കുന്നത്. മെഗ്നീഷ്യം അത്രത്തോളം ക്രിയാശീലത സോഡിയത്തിനെ അപേക്ഷിച്ചിട്ട് കുറവാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ അഭികാരത്തിന്റെ സ്വഭാവം അനുസരിച്ച് എന്തുണ്ട്? രാസപ്രവർത്തനത്തിന്റെ വേഗതയിൽ എന്തുണ്ട്? മാറ്റം സംഭവിക്കാം. രാസപ്രവർത്തനത്തിന്റെ വേഗതയിൽ മാറ്റം സംഭവിക്കാം. ക്ലിയർ ആയോ? അടുത്തതാണ് പറയുന്നത് അഭികാരങ്ങളുടെ ഗാഢത. നമുക്ക് നോക്കാം. 2 ടെസ്റ്റ് ട്യൂബുകളിലായി തുല്യവ്യാപ്തം ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നിവ എടുക്കുക. 2 ടെസ്റ്റ് ട്യൂബ് കാണുന്നുണ്ടല്ലോ, 2 പിക്ചർ ഉണ്ട്. ടെസ്റ്റ് ട്യൂബ് 1, ടെസ്റ്റ് ട്യൂബ് 2. തുല്യവ്യാപ്തം ഒന്നിൽ എന്താണ്? ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ്. രണ്ടാമത്തതിൽ എന്താണ്? അത്ര തന്നെ വ്യാപ്തമുള്ള നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഒന്നില് ഗാഢവ്യാപ്തമുള്ള ഒരേ വ്യാപ്തമുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡും ഒന്നില് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് എടുത്തിട്ടുള്ളത്. എന്നിവ എടുക്കുക. യൂണിറ്റ് വ്യാപ്തത്തിലെ തന്മാത്രകളുടെ എണ്ണമാണ് ഗാഢത. ഗാഢത എന്താണുള്ളത് നിങ്ങൾക്കറിയാലോ. ഗാഢത എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വ്യാപ്തത്തിലുള്ള തന്മാത്രകളുടെ എണ്ണം. അപ്പൊ ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്മാത്രകളുടെ എണ്ണം കൂടുതലായിരിക്കും. അതേ സ്ഥാനത്ത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അതിലെ തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പൊ ഒരു യൂണിറ്റ് വ്യാപ്തത്തിലുള്ള തന്മാത്രകളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗാഢത എന്ന് പറയുന്നത്. അപ്പൊ ഗാഢ തന്മാത്രകളുടെ എണ്ണം എന്താണ്?
കൂടുതലാണ്. ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ തന്മാത്രകളുടെ എണ്ണം കൂടുതലാണ്. എന്നാൽ എന്താണ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിലെ തന്മാത്രകളുടെ എണ്ണം എന്താണ്, കുറവാണ്. ഇനി നമുക്ക് നോക്കാം, ടെസ്റ്റ് ട്യൂബിലാണ് യൂണിറ്റ് വ്യാപ്തത്തിലുള്ള HCl തന്മാത്രകളുടെ എണ്ണം കൂടുതൽ. ഏത് ടെസ്റ്റ് ട്യൂബിലാണ്, നമ്മളോട് ചോദിച്ചിട്ടുള്ള ഏത് ടെസ്റ്റ് ട്യൂബിലാണ് യൂണിറ്റ് വ്യാപ്തത്തിലുള്ള HCl തന്മാത്രകളുടെ എണ്ണം കൂടുതൽ? ഏതിലാ? ഗാഢ HCl. ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ ആ എടുത്തിട്ടുള്ളതില് തന്മാത്രകളുടെ എണ്ണം കൂടുതലാണ്. നേർപ്പിക്കുമ്പോ ആ എണ്ണം കുറയുന്നുണ്ട്. അപ്പൊ കൂടുതൽ ഏതാണ്? ഗാഢ HCl. ഗാഢ HCl. അത് ക്ലിയർ ആയോ? നമുക്ക് നോക്കാം. 2 ടെസ്റ്റ് ട്യൂബിലേക്കും തുല്യ മാസുള്ള മെഗ്നീഷ്യം റിബൺ ഇടുക. ഓരോ ടെസ്റ്റ് ട്യൂബിലും നടക്കുന്ന രാസപ്രവർത്തനത്തെ കുറിച്ച് നിരീക്ഷണം രേഖപ്പെടുത്താനാണ് നമ്മളോട് പറയുന്നത്. നോക്ക്, ടെസ്റ്റ് ട്യൂബ് 1, ടെസ്റ്റ് ട്യൂബ് 2. ഇവിടെ നോക്ക്, ടെസ്റ്റ് ട്യൂബ് 1 ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. നമ്മളിവിടെ മെഗ്നീഷ്യം റിബൺ ആഡ് ചെയ്ത് ഇവിടെ നോക്ക്, ഇവിടെ ഉണ്ടായിട്ടുള്ള ബബിള് നോക്ക്. ബബിൾ എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഹൈഡ്രജൻ ഗ്യാസ് വാതകം പുറന്തള്ളുന്നതാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹൈഡ്രജൻ വാതകമാണ്. ഇവിടെ നോക്ക്, ഏറ്റവും കൂടുതൽ ഈ ബബിൾ കാണിച്ചത് പുറത്തേക്ക് പോകുന്ന കൂടുതൽ പോവാന്ന് പറഞ്ഞാൽ വേഗത്തിൽ രാസപ്രവർത്തനം നടക്കുക എന്നല്ലേ. ഇവിടെ കൂടുതൽ ഏതിലാ? ഗാഢ HCl. കൂടുതൽ ടെസ്റ്റ് ട്യൂബ് 1 ഏതാ? കോൺസെൻട്രേറ്റ് ഗാഢ HCl. അപ്പൊ കൂടുതൽ എന്തുണ്ട്? കൂടുതൽ ബബിൾസ് ഫോം ചെയ്യാന്ന് പറയുന്നില്ലേ, നമ്മൾ പറയുന്നില്ലേ കൂടുതൽ ബബിൾസ് ഫോം ചെയ്യാ. അതിന്റെ അർത്ഥം എന്താ? കൂടുതൽ H2 വാതകം, ഹൈഡ്രജൻ വാതകം പുറന്തള്ളുന്നു. എന്നാ അതെന്താ? കുറവാണ്. നമുക്ക് ഈ ചിത്രത്തിൽ തന്നെ കാണാം. ഇതിൽ കൂടുതൽ ഹൈഡ്രജൻ ഗ്യാസ് പുറത്തേക്ക് വിടുന്നുണ്ട്. ഇവിടെ എന്താണ്? കുറവാണ്. അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം, രാസപ്രവർത്തന വേഗം ഏത് ടെസ്റ്റ് ട്യൂബിലാണ് കൂടുതലായിട്ടുള്ളത്? ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത ടെസ്റ്റ് ട്യൂബിൽ ആണെന്ത്? രാസപ്രവർത്തന വേഗം കൂടുതൽ. അതായത് അതിലാണ് കൂടുതൽ ഹൈഡ്രജൻ വാതകം പുറന്തള്ളിയത്. അതിലാണ് രാസപ്രവർത്തന വേഗം കൂടുതലുള്ളത്. ഓക്കെ ആണോ? ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത ടെസ്റ്റ് ട്യൂബിൽ രാസപ്രവർത്തന വേഗം കൂടുതലായിരിക്കും. അതിന് കാരണം എന്താ? കാരണം യൂണിറ്റ് വ്യാപ്തത്തിലുള്ള അഭികാര തന്മാത്രകളുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണ്. കൊളീഷൻ തിയറി ആലോചിച്ച് നോക്ക്. നമ്മൾ പറഞ്ഞു, ഒരു റൂമിൽ കുറെ കുട്ടികൾ ഇട്ട് ഓടാൻ പറഞ്ഞാൽ കൂട്ടിയിടി കൂടുതലായിരിക്കും. അപ്പൊ അഭികാരങ്ങൾ തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ കൂട്ടിയിടി കൂടുതലായിരിക്കും. ഫലവത്തായ കൂട്ടിയിടികളാണ് എന്ത്? രാസപ്രവർത്തന വേഗത വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ എന്താ? അഭികാരങ്ങളുടെ എണ്ണം. ഇവിടെ എന്താ? തന്മാത്രകളുടെ എണ്ണം കൂടുതലല്ലേ? ഗാഢ HCl തന്മാത്രകളുടെ എണ്ണം കൂടുതലാണ്. നോക്കാം, അഭികാരങ്ങളുടെ ഗാഢത വർദ്ധിക്കും തോറും യൂണിറ്റ് വ്യാപ്തത്തിലുള്ള കണികകളുടെ എണ്ണം കൂടുകയും തൽഫലമായി ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം, കൊളീഷൻ തിയറിയാണ് അത്, എണ്ണം വർദ്ധിക്കുന്നു. ഇക്കാരണത്താൽ എന്താണ്? രാസപ്രവർത്തന വേഗം വർദ്ധിക്കുന്നു. രാസപ്രവർത്തന വേഗം എന്താവുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. അതായത് ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെ ഗാഢത കൂടിയ സാധനത്തിൽ എന്താണ്? ഗാഢത കൂടുമ്പം എന്താണ്? ഒരു യൂണിറ്റ് വ്യാപ്തത്തിലുള്ള കണികകളുടെ എണ്ണം കൂടുതലായിരിക്കും. കണികകളുടെ എണ്ണം കൂടുമ്പം ഫലവത്തായ കൂട്ടിയിടികൾ കൂടുതലായിരിക്കും. അതിന്റെ ഫലമായി രാസപ്രവർത്തന വേഗത കൂടുതലായിരിക്കും. നമുക്ക് നോക്കാം, നമുക്കൊന്ന് എഴുതാം. ഇതാണ് പറയാനുള്ളത്. അഭികാരങ്ങളുടെ ഗാഢത അഭികാരങ്ങളുടെ ഗാഢത അഭികാരങ്ങളുടെ ഗാഢത അഭികാരങ്ങളുടെ ഗാഢത
അഭികാരങ്ങളുടെ ഗാഢത കൂടുമ്പോൾ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. രാസപ്രവർത്തന വേഗം കൂടുന്നു. രാസപ്രവർത്തന വേഗം കൂടുന്നു. അതെന്തുകൊണ്ടാ കൂടുന്നത്? കണികകളുടെ എണ്ണം കൂടുന്നു. കണികകളുടെ എണ്ണം കൂടുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് കൂടുന്നുണ്ട്? ഫലവത്തായ കൂടുന്നു. അതിന്റെ ഫലമായിട്ട് എന്തുണ്ട്? ഫലവത്തായ കൂട്ടിയിടികളുണ്ട്. ഫലവത്തായ കൂട്ടിയിടികൾ കൂടുന്നു. കണക്ട് ചെയ്ത് എഴുതണേ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. നിങ്ങളോട് ചോദിക്കും ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണോ അല്ലെങ്കിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിലാണോ എന്ത് നമ്മളെ രാസപ്രവർത്തനത്തിന്റെ വേഗത കൂടുതൽ എന്ന് ചോദിക്കാം. മനസ്സിലായോ? അങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കുക, ഗാഢത കൂടുമ്പോൾ കണികകളുടെ എണ്ണം കൂടുന്നുണ്ട്. കണികകളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഫലവത്തായ കൂട്ടിമുട്ടലുകൾ ഉണ്ടാകുന്നുണ്ട്. ഫലവത്തായ കൂട്ടിമുട്ടലുകളാണ് രാസപ്രവർത്തന വേഗത വർദ്ധിക്കുന്നത്. കണികകളുടെ എണ്ണം കൂടുമ്പോഴും ഊർജം കൂടുമ്പോഴും എന്താ ഫലവത്തായ കൂട്ടിമുട്ടലുകൾ കൂടുന്നുണ്ട്. മനസ്സിലായോ? നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. എന്താ 2 കാര്യങ്ങളല്ലേ? രാസപ്രവർത്തന വേഗതയെ ആശ്രയിക്കുന്ന 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആദ്യത്തേത് എന്താ? അഭികാരങ്ങളുടെ സ്വഭാവം. സ്വഭാവം മാറുന്നതിനനുസരിച്ച് രാസപ്രവർത്തന വേഗത മാറാം. രണ്ടാമത്തതാണ് അഭികാരങ്ങളുടെ ഗാഢത. ഗാഢതയാണ് ഗാഢത. ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ ഗാഢത കൂടുമ്പോൾ ഇവിടെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് കൂടാം കുറയാം. അത് എന്താ കൃത്യമായിട്ട് പറയുന്നില്ല. സ്വഭാവം പലതാ. അപ്പൊ ഓരോ സാധനം എടുക്കുമ്പോൾ ചിലതിന് ക്രിയാശീലത കൂടുതലായിരിക്കും. അങ്ങനെയാണ് രാസപ്രവർത്തന വേഗത കൂടും. അപ്പൊ അതിന്റെ സ്വഭാവത്തിനെ ആശ്രയിച്ച് അത് കൂടാൻ കുറയാം. എന്നാൽ ഗാഢത കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇട്ടാ കൂടാന്നാണ്, ഇൻക്രീസസ് എന്നാണ്. ഇത് ഞാൻ ഷോർട്ടായിട്ട് ഇടാം. മുകളിലേക്ക് ഏറോട്ടാ കൂടുക, താഴേക്ക് ഇട്ടാ കുറയാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാ. അപ്പൊ ഗാഢത കൂടുന്നതിനനുസരിച്ച് രാസപ്രവർത്തന വേഗം എന്താണ്? കൂടും. രാസപ്രവർത്തന വേഗവും കൂടും. വേഗം എന്താകുന്നുണ്ട്? കൂടുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. 2 ഫാക്ടറുകൾ, അതായത് 2 ഘടകങ്ങൾ, രാസപ്രവർത്തന വേഗത്തെ ആശ്രയിക്കുന്ന 2 ഘടകങ്ങളാണ്. അതിലൊന്ന് എന്ന് പറയുന്നത് എന്താ? അഭികാരത്തിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് രാസപ്രവർത്തന വേഗതയിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. എക്സാമ്പിൾ പഠിച്ചു വെച്ചോ. മെഗ്നീഷ്യം സിങ്ക് ആണെങ്കിൽ മെഗ്നീഷ്യത്തിനായിരിക്കും കൂടുതൽ രാസപ്രവർത്തന വേഗം കൂടുതൽ. അതായത് മെഗ്നീഷ്യം ആണ് സിങ്കിനെ അപേക്ഷിച്ച് ക്രിയാശീലത കൂടുതൽ. വേറെ സോഡിയം മെഗ്നീഷ്യം ആണെങ്കിൽ സോഡിയം ആണ് വേഗം റിയാക്ട് ചെയ്യുക. അതായത് അതിന്റെ രാസപ്രവർത്തന വേഗമാണ് കൂടുതൽ. കാരണം സോഡിയം വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. മെഗ്നീഷ്യത്തിനെ അപേക്ഷിച്ച് സോഡിയം ജലത്തില് തന്നെ നല്ല രീതിയിൽ റിയാക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. അപ്പൊ ആ എക്സാമ്പിൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ എക്സാമ്പിൾ തന്നിട്ട് ചോദിക്കും, സോഡിയം വെള്ളത്തിലിട്ട് അതേ സ്ഥാനത്ത് മെഗ്നീഷ്യം വെള്ളത്തിലിട്ട് സോഡിയത്തിന്റെ രാസപ്രവർത്തന വേഗം കൂടുതലാണ്, അല്ലെങ്കിൽ ഏതിനായിരിക്കാം രാസപ്രവർത്തന വേഗം എന്നൊക്കെ ചോദിക്കാം. അതല്ലെങ്കിൽ ചോദിക്കും ഇവിടെ ഏത് ഘടകമാണ് സ്വാധീനിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയാം അഭികാരത്തിന്റെ സ്വഭാവമാണ്. സോഡിയത്തിന് ക്രിയാശീലത കൂടുതലാണ്. അതുകൊണ്ടാണ് സോഡിയം എന്താവുന്നത്? ജലത്തില് പെട്ടെന്ന് പ്രവർത്തിക്കുന്നതും അതിന് രാസപ്രവർത്തന വേഗം കൂടുതലായിരിക്കുന്നതും എന്ന് പറയാം. രണ്ടാമത്തേതാണ് അഭികാരങ്ങളുടെ ഗാഢത കൂടുന്നു എന്ന് പറയുമ്പോൾ കണികകളുടെ എണ്ണം കൂടും. കണികകളുടെ എണ്ണം കൂടുമ്പോൾ ഫലവത്തായ കൂട്ടിമുട്ടലുകൾ ഉണ്ടാവുന്നു. ഈ ഫലവത്തായ കൂട്ടിമുട്ടലുകൾ എന്തിലേക്ക് ഇതാക്കുന്നു?
ഫലവത്തായ കൂട്ടിമുട്ടലുകൾ എന്തുണ്ടാക്കുന്നത്? ഫലവത്തായ കൂട്ടിമുട്ടലുകളാണ് രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുന്നത്. സോ ഗാഢത കൂടുന്നതിനനുസരിച്ച് രാസപ്രവർത്തന വേഗത വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ 2 ഘടകങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് 3 ഘടകങ്ങളൂടെ പറയാനുണ്ട്. നമുക്കത് അടുത്ത ക്ലാസ്സിലായിട്ട് പറയാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ട് മാത്രം അടുത്ത ക്ലാസ് കേൾക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കാണാൻ പാടുള്ളൂ. അപ്പൊ എന്തായാലും ഇത് പഠിച്ചു വെക്കുക. ഈ ചാപ്റ്റർ മൊത്തത്തിൽ ഇമ്പോർട്ടന്റ് ആണ്. വിവിധ തരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ. then സെക്കൻഡ് പാർട്ട് രാസപ്രവർത്തന വേഗം, അതിനെ ആശ്രയിക്കുന്ന ഘടകങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരും. പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വലിയ മാർക്കിനും ചെറിയ മാർക്കിനും ഒക്കെ വരുന്നുണ്ട്. വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമല്ല, പക്ഷെ ഇത് മനസ്സിലാക്കി തന്നെ പോകണം. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരിക. ഇതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.